മൊബൈൽ വെറ്റിനറി യൂണിറ്റിന്റെ ലാലം ബ്ലോക്ക് തല ഉദ്ഘാടനം മാണി സി കാപ്പൻ എം.എൽ.എ. വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ച് നടത്തി. ലാലം ബ്ലോക്കിന് അനുവദിച്ചിട്ടുള്ള മൊബൈൽ സേവനം ഈരാറ്റുപേട്ട ബ്ലോക്കിൽ ഉൾപ്പെടുന്ന പഞ്ചായത്തുകൾക്കും ലഭ്യമാണ്. കർഷകർക്ക് ആശ്വാസമായി വീട്ടുപടിക്കൽ ചികിത്സാ സേവനം ലഭിക്കുന്നതിനായി റീബിൽഡിംഗ് കേരള ഇനിഷ്യേറ്റീവ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 47 മൊബൈൽ യൂണിറ്റുകളിലേക്കും 12 മൊബൈൽ സർജറി യൂണിറ്റുകളിലേക്കായി 59 വാഹനങ്ങൾ വാങ്ങി. മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ചിഞ്ചു റാണി, ധനകാര്യ വകുപ്പ് മന്ത്രി കെ.എൻ. ബാലഗോപാൽ എന്നിവർ ചേർന്ന് സംസ്ഥാന തലത്തിൽ വാഹനങ്ങൾ ഫ്ളാഗ് ഓഫ് ചെയ്തു. ലാലം ബ്ലോക്ക് ഉദ്ഘാടനം മാണി സി കാപ്പൻ എം.എൽ.എ. നിർവഹിച്ചു. ആളുകൾക്ക് മാത്രമല്ല, ആടിനെ വളർത്തുന്നവർക്കും കോഴിയെ വളർത്തുന്നവർക്കും മറ്റെല്ലാ ലൈഫ് സ്റ്റോക്കിനെ ഉപകരിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകാൻ ഈ ഒരു പുതിയ സിസ്റ്റത്തിന് കഴിയും എന്നത് ഉറപ്പാണ്. ഹോസ്പിറ്റൽ പറഞ്ഞാൽ രാത്രി കാലങ്ങളിൽ ഉണ്ടാകുന്ന അസുഖങ്ങൾക്ക് ചികിത്സ തേടാൻ അല്ലെങ്കിൽ പകൽ സമയത്ത് വന്നിടം വരെ നമുക്ക് കൊണ്ടുവരാൻ കഴിയാത്ത മൃഗങ്ങളാണെങ്കിൽ അവയെ അവിടെ പോയി ചികിത്സിക്കാനുള്ള സംവിധാനത്തിലാണ്. പാലായ്ക്ക് വേണ്ടി ഈ ഒരു സംവിധാനം ചെയ്ത മന്ത്രിയെയും ആ വകുപ്പിനെയും ഞാൻ പ്രത്യേകിച്ച് അഭിനന്ദിക്കുകയാണ്. വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മവും നിർവഹിച്ചു. യോഗത്തിൽ മുനിസിപ്പൽ ചെയർമാൻ തോമസ് പീറ്റർ അധ്യക്ഷത വഹിച്ചു. ആശുപത്രിയുണ്ട്. ഈ പ്രദേശത്തുള്ള ഈ ബ്ലോക്കിലുള്ള ഒരുപാട് ജനങ്ങൾക്ക് ക്ഷീര കർഷകർക്ക് വളരെയേറെ പ്രയോജനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ക്ഷീര കർഷകർ ഒന്നിനൊന്നിന് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഇത്തരം ഒരു യൂണിറ്റ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന എന്തുകൊണ്ടും ഈ ലാലം ബ്ലോക്കിലുള്ള എല്ലാ ക്ഷീര കർഷകർക്കും വളരെയേറെ ഉപകാരപ്രദമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. വെറ്റിനറി സർജൻ നീതു കെ.പി. സ്വാഗതം ആശംസിച്ച യോഗത്തിൽ വെറ്റിനറി സർജൻ ജോജി മാത്യു വിഷയാവതരണം നടത്തി. വൈസ് ചെയർപേഴ്സൺ ബിജി ജോജോ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാവിയോ കാവുകാട്ട് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഡോക്ടർ ധനേഷ് കൃഷ്ണൻ യോഗത്തിൽ കൃതജ്ഞത രേഖപ്പെടുത്തി. കോട്ടയം ജില്ലയിൽ 1 മൊബൈൽ സർജറി യൂണിറ്റും 3 മൊബൈൽ വെറ്റിനറി യൂണിറ്റും ലഭിച്ചു. ഏറ്റുമാനൂർ, മാടപ്പള്ളി, ലാലം ബ്ലോക്കിലേക്കാണ് മൊബൈൽ വെറ്റിനറി യൂണിറ്റുകളുടെ വാഹനങ്ങൾ അനുവദിച്ചിട്ടുള്ളത്. ലാലം ബ്ലോക്കിന് അനുവദിച്ചിട്ടുള്ള മൊബൈൽ സേവനം ഈരാറ്റുപേട്ട ബ്ലോക്ക് ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകൾക്ക് ലഭ്യമാണ്. മൊബൈൽ വെറ്റിനറി യൂണിറ്റിന്റെ പ്രവർത്തന സമയം വൈകിട്ട് 6 മണി മുതൽ രാവിലെ 5 മണി വരെയാണ്. വെറ്റിനറി യൂണിറ്റിൽ ഒരു വെറ്റിനറി സർജനും ഒരു ഡ്രൈവർ കം അറ്റൻഡറും ഉണ്ടാവും. കർഷകർ 1962 എന്ന നമ്പറിൽ വിളിക്കുമ്പോൾ തിരുവനന്തപുരത്തുള്ള സെന്ററിൽ അതാത് ബ്ലോക്കിലെ വെറ്റിനറി യൂണിറ്റിലേക്ക് വിവരം കൈമാറും. കർഷകന്റെ വീട്ടുപടിക്കൽ മൊബൈൽ യൂണിറ്റ് വാഹനമെത്തി സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്ന സേവന നിരക്ക് വാഹനത്തിൽ പതിച്ചിരിക്കുന്ന QR കോഡ് മുഖേന അടച്ച് സേവനം നൽകുന്ന രീതിയാണ് പദ്ധതിയിൽ ക്രമീകരിച്ചിരിക്കുന്നത്. ഐഫോറിയ ന്യൂസ്, പാല.